ഉടമ്പടി എങ്ങനെയുള്ള ദൈവശുശ്രൂഷയാണ്? ആത്മാവിലും സത്യത്തിലുമുള്ള ദൈവശുശ്രൂഷ. കർത്താവ് തന്നെ ആരാധനയുടെ മുഖമുദ്രയെക്കുറിച്ച് പറയണത് എന്താണ്? യഥാർത്ഥ ആരാധകരെ ആത്മാവിനും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായം. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. 4:23. യോഹന്നാൻ 4:23. യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ, ഏറ്റു പറഞ്ഞ എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഉടമ്പടി ഒരു ആരാധനയാണ് ശരിക്കും. എങ്ങനെയാണ് ആരാധനയുടെ മുഖമുദ്രയുള്ള ആരാധന? അവിടെ എന്താ ഉള്ളത്? ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. സത്യത്തിൻ്റെ ശുശ്രൂഷയാണ്. സത്യക്കേട് കാണിച്ചാൽ ശുശ്രൂഷയ്ക്ക് സ്വാഭാവികമായി നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യം ഉണ്ടായത് മോഡിയെന്നും പറഞ്ഞ ചേച്ചിയാണ്. ഭോപ്പാലിൽ നിന്നൊരു സാക്ഷ്യം, നിങ്ങളെ അത് കണ്ടു കാണും. എന്താ ഭോപ്പാലുകാരത്തിയുടെ സാക്ഷ്യം, മോഡി ചേച്ചിയുടെ സാക്ഷ്യം എന്താ? അവർ 2019 ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടി എടുത്തു എന്നുള്ള കാര്യം സത്യമാണ്. അവരെന്താ പറഞ്ഞത്? ഞാൻ ഉടമ്പടി മാത്രമേ എടുത്തുള്ളൂ, അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. മറ്റു കാര്യങ്ങൾ എന്താണ്? അതിൽ കുറേ ശുശ്രൂഷകളില്ലേ, അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ചെയ്തുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യമുണ്ട്? ആ പ്രാർത്ഥനയുടെ 20% മാത്രമേ അവർ ചെയ്തുള്ളൂ, അതാണ് സംഭവം. അതിൻ്റെ അകത്ത് 40% വേറെ ഉണ്ട്. എന്താ ഉള്ളത്? അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്ന, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ 40% ഉള്ളത് എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അവൻ പറയണത് പോലെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ 80% അവർ വിട്ടുകളഞ്ഞ്, 80%, അതായത് 40% ഇവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങളുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, സുവിശേഷ വേല, അതവർ വിട്ടുകളഞ്ഞ്. 40% ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, അതും അവർ വിട്ടുകളഞ്ഞ്. അവർ ഏറ്റവും എളുപ്പമുള്ളത് മാത്രം എടുത്ത്. എന്താണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അപ്പോൾ അത് സത്യത്തിൻ്റെ ഉടമ്പടി അല്ല. ശരിക്കും സത്യത്തിൻ്റെ ഉടമ്പടി അല്ല. എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞു ഞാൻ പേപ്പർ പോലും വാങ്ങിച്ചില്ലെന്നാണ് പറഞ്ഞത്. അവരെ സത്യമായിട്ട് പറഞ്ഞു, ചിലർ പേപ്പർ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ്. ചില അണ്ണന്മാർ അതല്ല ചെയ്തിരിക്കുന്നത്, പേപ്പർ വാങ്ങിക്കും, ഇവിടെ വെച്ചിട്ട് പോകും. മനുഷ്യരെന്നറിയാൻ പാടില്ല. പേപ്പർ വാങ്ങിച്ചിട്ട് ന്യൂട്രലിൽ ഇവിടെ വെച്ചിട്ട് പോകും. അവർക്ക് കൊടുക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. അവർക്ക് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ കഴിയില്ല, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ കഴിയില്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് കഴിഞ്ഞ ആഴ്ചത് 14 കെട്ട്, ഒരു കെട്ട് മേടിക്കാൻ പറഞ്ഞിട്ട് 14 കെട്ട് മേടിച്ച് 14 ജില്ലയിൽ പോയ ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കണത്. മനസ്സിലായില്ലേ? അതിശക്തരായ സുവിശേഷ പ്രവർത്തകരുടെ കൂടെ നിങ്ങൾ ഈ 0 സുവിശേഷമുള്ള ആൾക്കാർ മത്സരിക്കണത്. അവിടെയാണ് അവരുടെ പ്രോബ്ലം മത്സരിക്കുന്നത്. കാര്യം ഇതെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്ന ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നല്ലോ, ഇത് ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇത് സത്യത്തിലാണ് ഇത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പം അതിൻ്റെ 80% സംഭവങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതാണ്, ചൊല്ലാനുള്ളതല്ല. അപ്പോഴൊരു കള്ളത്തരമായിട്ട് വരും, കാപട്യമായിട്ട് വരും. അത് നമ്മൾ ഉടമ്പടിയെ ഏതെങ്കിലും തരത്തിൽ സ്കൾക്ക് ചെയ്യണമെങ്കിൽ അതൊരു കള്ളത്തരമായിട്ട് വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന് പിടി കൊടുക്കരുതെന്നാണ് പറയാനുള്ളത്.
നിങ്ങൾ പ്രഖ്യാപിത കള്ളന്മാരാണെന്നുള്ളതേ, വിലമടിച്ചുകളാണ്, വിലമടിയന്മാരാണ്, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തവരാണെന്ന്, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധപൂർവം വേറെ ആടിനെ പിടരക്കി വെച്ച് കെട്ടി അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ, കുരങ്ങനെ കൊണ്ട് ചൂടുപായസം കുരിക്കണ പോലെയുള്ള കുരങ്ങ് കളിക്കാരാണെന്ന് ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്താ കാര്യം അറിയാമോ? ഒരിക്കൽ പിടികൊടുത്താൽ കർത്താവ്, ഇപ്പോൾ തന്നെ ഈ ചേച്ചിക്ക് സംഭവിച്ചത് എന്താ? പിറ്റേ ദിവസം അവരുടെ മകൻ, വെറുതെ ഇരുന്ന മകൻ മുകളിലത്തെ 2ാം നിലയിൽ നിന്ന് തലയും കുത്തി താഴെ വീണു. വല്ല കഥയുണ്ടാകും. ആ കാശും കടുത്തലും ഉണ്ടായത് കൊണ്ട് മാത്രം നടുവ് എല്ലൊടിഞ്ഞില്ല. 2ാം നിലയിൽ നിന്ന് ടെറസിൽ നിന്ന് താഴെ ടൈൽസ് വീണാനുള്ള അവസ്ഥ എന്താണ്? പൊടിഞ്ഞു പോകത്തില്ലേ? അപ്പോൾ ഉടമ്പടി സംരക്ഷണം ഉണ്ടായത് കൊണ്ട് ആണ് ആ മകൻ ഒരു ചെറിയ 10 ദിവസത്തെ റെസ്റ്റ് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അപ്പം ഉടമ്പടി സംരക്ഷണം എന്ത് ശക്തമാണെന്ന് നോക്കിയേ. ഈ 2ാം നിലയിൽ നിന്ന് താഴെ ടെറസിൽ നിന്ന് താഴെ ടൈൽസ് വീഴുന്ന ആളിൻ്റെ എത്ര അസ്ഥി ഒടിയണം? ഒരു 10-20 അസ്ഥി ഒടിയേണ്ടതാണ്. അവൻ പറഞ്ഞത് എന്നെ 3 സ്ഥലത്ത് വെച്ച് മാതാവിനെ താങ്ങിയെന്നാണ് പറയണത്. അതുകൊണ്ടാണ് അവനെ പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തണ പോലെ ഇരുത്തിയത്. അവർക്കൊരു നോട്ട് കൊടുത്തതാണ്. നീ തീക്കട്ടയെ ഉറുമ്പരിക്കരുതെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി സുവിശേഷത്തിന് ദുർവിനിയോഗിക്കരുത്, ഒരു നോട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് സത്യമല്ല അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 4:28. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 4:23. യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പോൾ ആരാധനയ്ക്ക് 2 വശങ്ങളാണുള്ള. ഒന്ന് ആത്മാവിലും, രണ്ടാമത്തത് സത്യത്തിലും. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്ത്? നിങ്ങൾ ഉടനെ ഭാഷാവൃത്തി ആരാധിക്കുകയാണെന്ന് പറയും. അതങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ആത്മാവിൽ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശുശ്രൂഷിക്കുന്നവരെ കർത്താവിൻ്റെ വചനം. ഇപ്പോൾ 1 പത്രോസ് 4:11 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ആത്മാവിൽ ശുശ്രൂഷിക്കട്ടെയാണ്. ദൈവത്തിൽ നിന്നുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ള ശക്തി. ഇപ്പം നടപടി പുസ്തകത്തിന് 1:8 എടുത്ത് 1:4 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇപ്പൊ ദൈവത്തിൽ നിന്ന് ആത്മാവിന് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ശക്തിയിലുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അവർക്ക് നടന്നാലേ അവർ തളരത്തില്ല. കുറേ കാര്യങ്ങൾ ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം ഒത്തിരിയേറെ പറയുന്നുണ്ട്. അവർ നടന്നാൽ ക്ഷീണിക്കത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊരു പാട്ട് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ടാണ് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ,
ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. യെശയ്യ 40:31. യെശയ്യ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അപ്പോൾ ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാതെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം. ചില ആൾക്കാർക്ക് ക്ഷീണിച്ചു, തളർന്നു, നിർത്തി, മതി എന്നൊക്കെ പറയുന്നില്ലേ? അതും മനുഷ്യാരൂപിയിൽ ശുശ്രൂഷ ചെയ്തിട്ട് അങ്ങനെ പറയണത്, മനുഷ്യാരൂപിയിൽ. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ചോദിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺ ആകും. ഓഫർ ലെറ്റർ വന്നില്ല, വിസ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പത്രം കൊടുക്കാനൊക്കെ ഒരു മടിയാവും. എന്താ കാര്യം? നിങ്ങൾ പത്രം കൊടുത്തു, പ്രേക്ഷിതപ്രവർത്തനം ചെയ്തു, പക്ഷെ അത് മനുഷ്യാരൂപിയിലാണ്, ദൈവാരൂപിയിലല്ല. ശുശ്രൂഷിക്കുന്നവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 യോഹന്നാൻ 1:4-11 എന്താ പറഞ്ഞത്? നിങ്ങൾ ശുശ്രൂഷിക്കുന്നവൻ ആത്മാവിൻ്റെ ശക്തി ശുശ്രൂഷിക്കട്ടെ. പറഞ്ഞേ, ശുശ്രൂഷിക്കുന്നവൻ ആത്മാവിന്റെ ശക്തി കൊണ്ട് ശുശ്രൂഷിക്കട്ടെ. അപ്പോൾ ഈ ആത്മാവിൻ്റെ ശക്തിയിലല്ല നിങ്ങൾ രോഗികളെ കാണാൻ പോയതും ജീവകാരുണ്യ പ്രവർത്തിച്ചതും മാനുഷികമായ ശക്തിയിലാണ്. അതുകൊണ്ടാണ് 3 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴും ഓഫർ ലെറ്റർ വരാഞ്ഞപ്പോൾ നിങ്ങൾ ഒടിഞ്ഞു പോയതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ആ വിഷയം ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനമായിട്ടല്ല, മാനുഷികമായൊരു വർക്കായിട്ട് ചെയ്തതാണ്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ തളരും. പക്ഷേ ഐസയ എന്താ എഴുതിയിരിക്കണം? 46:2. Take the word of God, read it again. Sudhigad hallelujah. Hallelujah, 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 hallelujah. യെശയ്യ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ശുശ്രൂഷ ചെയ്യുകയിലത്തെ ഒരു പത്രം കൊടുക്കുക, രോഗികളെ പോയി കാണുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെപ്പം തീരുമെന്നും പറഞ്ഞ് ചെയ്യണത് മനുഷ്യ പ്രവർത്തനം. മനസ്സിലായി? ഇതെപ്പം തീരും? ഈ 5 എണ്ണം ഉണ്ട്, ഇതെവിടെ കൊടുക്കാനാണ്? ഇതൊക്കെ പറഞ്ഞില്ലേ, പിച്ചും പേയും പറഞ്ഞൊക്കെ ചില ഭ്രാന്തികൾ ചെയ്യത്തില്ലേ? അതാ മനുഷ്യ പ്രവർത്തനം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോയുടെ ഒരു നിശ്വാസഗതി അറിയാമല്ലോ. ഈശോനെ വെറുതെ ഉറങ്ങിക്കിടക്കണ ഈശോനെ തട്ടി വിളിച്ചാൽ പറയും ദ കിങ്ഡം കം. ഈ വെറുതെ ഉറങ്ങിക്കിടക്കണ കർത്താവിനെ ഒന്ന് തട്ടി വിളിച്ചാൽ, ശിഷ്യന്മാർ തട്ടി വിളിച്ചാൽ ഉടനെ ഈശോയുടെ നിശ്വാസങ്ങൾ എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അതാണ് സംഭവം. പരിശുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് ഇത് ചെയ്യണത്. നമ്മൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉടമ്പടിയിൽ IATS പാസ്സാകാനല്ല ചെയ്യണത്. നമ്മൾ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത് എന്തിനാണ്? ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് ചെയ്യണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തോടെ ഞങ്ങൾ ചെയ്യുമ്പോൾ ദൈവരാജ്യം ഞങ്ങളിലും സമൂഹത്തിലും യേശുവിന്റെ വചനത്തിന്റെ ഭരണക്രമങ്ങള് നിലവിൽ വരുന്ന സഭ പരിശുദ്ധാത്മാവിൽ വീണ്ടും നിറയപ്പെടും. ഞങ്ങളെ ഉപകരണമാക്കുന്നതിന് ഉടമ്പടിയുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സുവിശേഷം കൈമാറ്റത്തിനായി എന്നെ ശിഷ്യസ്ഥാനത്തേക്ക് ഉയർത്തിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പങ്കാളികളാക്കിയതിന് നന്ദി
നടത്തിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം കഴുകനെ പോലെ ചിറകടിച്ചുയരാ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓരോ പ്രേക്ഷിത വേല ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ, ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി ദൈവമഹത്വത്തിനായി ദൈവമഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ. എന്നെ ഉപയോഗിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാധാരണ ഒരു ഫങ്ഷൻ അല്ലാതെ ഒരു മിഷനായിട്ട് ചെയ്യണം. അപ്പോഴാണ് ദൈവകൃപ നമ്മളിലേക്ക് വരുന്നത്. സാധാരണ എന്താ കാരണത്തിൽ ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ അത് എന്തുമാത്രം സത്യമാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ്? അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? അത് അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം. അമ്മിണി ശ്രീധരൻ്റെ പ്രശ്നം എന്താ? തൊടുപുഴ. എന്താ അവരുടെ പ്രശ്നം? അവർക്ക് ഒരു വസ്തു വിറ്റ് മാറിയാൽ മാത്രമേ സർവൈവ് ഉള്ളൂ, നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് കൃപാസനം പത്രം കിട്ടിയ സമയം തൊട്ട് തന്നെ അവരുടെ മനസ്സിലൊരു ആന്തിപ്പുണ്ട്, ഒരു ആകർഷണം. എന്താണ്? എത്രയും വേഗം അമ്മയെ വന്ന് കാണണം. എനിക്ക് കണ്ട. അപ്പോൾ ആരോ കൊടുത്തൊരു കൃപാസനം പത്രമാണ്. അത് കൊടുത്തപ്പോൾ വെറുതെ ഇരുന്ന കല്ലുപോലെ ഇരുന്ന അമ്മിണി ശ്രീധരൻ്റെ ഉള്ളിലൊരു ആന്തിപ്പ് വന്ന്. എന്താണ്? എനിക്ക് അമ്മയെ കാണണം, എനിക്ക് അമ്മയെ കാണണം. അമ്മയെ കാണുമ്പോൾ എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടാകും. ആ സത്യമാണല്ല. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്ന ആളെയാണല്ലോ അമ്മ ലോകത്തിന് കൊടുത്തത്. ആരാണത്? ഈശോ അല്ലേ? ഈശോയെക്കുറിച്ച് എന്നാ വചനം പറയണത്? യേശുക്രിസ്തു സകല വാഗ്ദാനങ്ങളും, ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഉടമ്പടിയുടെ ആണി വചനമാണ്. എന്താണ് സകല വാഗ്ദാനങ്ങൾ? ഏറ്റു പറഞ്ഞേ. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഒന്ന് കുറഞ്ഞ 1:20 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. 2 കൊരിന്തോസ് 1:20. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അപ്പോൾ സകല വാഗ്ദാനങ്ങളുമാണ്. മനുഷ്യന് ഈ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അവൻ്റെ സ്പിരിച്വാലിറ്റി അലൗകികമായ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കാൻ, അവൻ്റെ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെയും പദ്ധതിയുടെയും പേരാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2 കൊരിന്തോസ് 1:20 എന്താ പറയണത്? സകല വാഗ്ദാനങ്ങൾ ഏറ്റു പറഞ്ഞ് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്ന, എല്ലാ ആവശ്യങ്ങളുടെ മേലും ആശ്വാസം ലഭിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയായ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുത്തതാരാണ്? മരിയൻ, അമ്മയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അമ്മിണി ശ്രീധർ എന്താ പറയണത്? അമ്മയെ കണ്ട എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകും. അമ്മയുടെ പ്രശ്നം എന്താ? അമ്മയുടെ പ്രശ്നം സീരിയസ് പ്രശ്നമാണ്. കാര്യം അവരുടെ വസ്തു ഒരു 300 പേര് വന്ന് കണ്ടു പോയിരിക്കുക. 300 പേര് എന്നൊക്കെ ഒരു വസ്തു വിൽക്കാതെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, കടമാണ്. അപ്പം കടക്കാർ കഴുത്തിന് പിടിക്കണ ഒരവസ്ഥയിൽ ശ്വാസം പിടിക്കാൻ വേണ്ടി ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ പത്രം കിട്ടണത്. അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, നിങ്ങളുടെ പത്രം ഓരോ മനുഷ്യനെ കൊടുക്കുമ്പോൾ അവർ കടക്കാർ അവിടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ, അവർ ചാകാൻ വേണ്ടി പോകുമ്പോഴാണ് നിങ്ങൾ ഈ പത്രം കൊണ്ട് ചെല്ലണത്. എന്താ കാര്യം? അപ്പോൾ ആ പത്രം കിട്ടിയപ്പോൾ അവർക്ക് അമ്മയോട് ഒരു ആയിപ്പ് വന്നു, ഒരാകർഷണം വന്ന്. എന്താണ്? അമ്മയെ കണ്ട എൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകും. അപ്പോൾ അവർ അടുത്ത ഒരു സമയത്ത്, അവർക്ക് പറ്റിയ ഒരു സമയത്ത് അവരിവിടെ വന്നു. അവരിവിടെ വരുമ്പോൾ ഓർക്കണം, എന്താ പറയുക, അവർ എങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പറ്റും. അതാണ്, എങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്ത്. ഈ ദൈവസ്നേഹമുള്ളവർക്ക് അങ്ങനെ തോന്നും. ദൈവസ്നേഹം ഇല്ലാതെ കാര്യത്തിന് മാത്രം പ്രസക്തമുള്ളവർക്ക് എങ്ങനെ ഇതിൻ്റെ പകുതി ചെയ്ത് ഇതിന് ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴിയിടാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എങ്ങനെ ഉടമ്പടിക്ക് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ പകുതി ചെയ്യാൻ പറ്റും, പകുതി ചെയ്ത് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അമ്മിണി ശ്രീധരൻ ആ ടൈപ്പല്ല. അവർ കൊതിയോടുകൂടി വന്ന് ആർത്തിയോടുകൂടി ഉടമ്പടി ചെയ്ത് അവർ ആ ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവർ നടപ്പിലെഴുതുമ്പോൾ അന്ന് രാത്രി അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവൾ എന്താ പറയണം? അവളോട് പറയണത്, നീ 17 പറഞ്ഞ ഡേറ്റ് കുറിച്ചിട്ടോ, അന്ന് നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. ഇന്നേക്ക് 17-ാം ദിവസം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അമ്മിണി ശ്രീധരൻ അമ്മ പറഞ്ഞതും കേട്ട് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് എണ്ണിയിരിക്കുകയാണ്. 17-ാം ദിവസം ഈ 300 പേര് വന്നിട്ട് എടുക്കാണ്ട് പോയ സ്ഥലം 17-ാം ദിവസം ഒരു മനുഷ്യൻ വന്ന് അഡ്വാൻസ് കൊടുത്ത് ആ സ്ഥലം എടുത്തുകൊണ്ട് പോയി. ശ്രുതികട്ടെ ഹല്ലേലൂയ. സമയബന്ധിതമായി ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇടപെടുന്ന കാരുണ്യത്തിന് നന്ദി പറയുന്നു. മഹത്വം, ആരാധന, ആരാധന, ആരാധന. ഇത്രയും സത്യം, ക്രിസ്റ്റൽ ക്ലിയർ, പകൽ പോലെ വെളിച്ചത്തോടാണ് ഉടമ്പടി നിൽക്കുന്നത്. അപ്പോഴും സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ അടുത്ത് പിന്നെ ഉടായ്പ് കാണിക്കരുത്. അപ്പോൾ നിങ്ങൾ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് ആവും. ഇത്രയും സത്യസന്ധമായിട്ട് ദൈവം ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാൾ സത്യമായിട്ട് ആണ് ശുശ്രൂഷ ഏർപ്പെടുന്നത്. അല്ലാതെ നിങ്ങളതിങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പപ്പായെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, മമ്മിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, ഞാനെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എങ്ങനെയെങ്കിലും പകർത്ത് കൊടുക്കാൻ പറ്റുമോ, പകർച്ച കൊടുക്കാൻ പറ്റുമോ? സുവിശേഷ വേലയെ ദൈവസ്നേഹം ഇല്ലാത്തപ്പോഴാണ് നമുക്കിതുപോലെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്ന്. അപ്പം നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ അസസ്മെൻ്റ് എന്താണ്? 5:42 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. യോഹന്നാൻ
5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. ഒന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങൾ ദൈവസ്നേഹമില്ല. ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കേട്ടാൽ തീർന്ന പരിപാടി, നമ്മുടെ പരിപാടി പൊട്ടി. എന്താ ഇത് ദൈവത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചൊരു അസസ്മെൻ്റ് കിട്ടാൽ, ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. വേറെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, ആനകൂലൊന്നും ദൈവം പറയത്തില്ല. പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ദൈവം നമ്മൾ അസസ് ചെയ്യണം. എങ്ങനെയാണ്? നിങ്ങൾ ഈ ഉടമ്പടി സാമട്ടിലെ വാദപ്പനിക്കാരെ പോലെ ഈ പനി വന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണം മടുപ്പായിട്ട് കഴിക്കത്തില്ലേ പനി വന്ന ആൾക്കാർ? അതുപോലെ നിങ്ങൾ മടുപ്പായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പനിയാണ്, ആത്മാവിന് പനിയാണ്. അത് ക്ലിയർ അല്ലേ? പനി വന്നിരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണം മടുത്തല്ലേ? അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, രോഗികളെ പോയി കാണണം, അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ സുവിശേഷ പ്രവർത്തനങ്ങൾ. ചില ആൾക്കാർ യൂട്യൂബിൽ സുവിശേഷം കാണും, പക്ഷെ ഷെയർ ചെയ്യത്തില്ല. അകപ്പാടെ ഈ ഒരു വിരൽ കൊണ്ടൊന്ന് നിൽക്കിയാൽ മതി, ചെയ്യത്തില്ല. അത് ചെയ്യാത്തത് എന്താണ്? അവർക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹമില്ല. എന്തുകൊണ്ടാണ് യൂട്യൂബ് നിങ്ങൾ ഷെയർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് അത് നോക്കാത്തത്? എന്തുകൊണ്ടാണ് സാക്ഷ്യം ഷെയർ ചെയ്യാത്തത്? കർത്താവിന് മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നീ ആഗ്രഹിക്കാത്തത്? ഈശോനെ മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിന്നെ അറിയാം. 5:42. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ടേക്ക് യോഹന്നാൻ 5:42. ഏറ്റു പറഞ്ഞ യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എൻ്റെ മക്കളെ, ഈ സുവിശേഷ വേലയുടെ തീയെന്ന് പറയണത് ദൈവസ്നേഹമാണ്. അപ്പോഴേ ഇതിനില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റണത്? ഇതില്ല. ചില സമയത്ത് വിശ്വാസമില്ലാതെ വരും. ഇപ്പം ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവില്ല. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഏത് എമ്പ്രാൻകുടിയാണെന്ന് പറഞ്ഞാലും വിശ്വാസം ഇല്ലെന്ന് തന്നെ ദൈവം പറയും. അതിപ്പോൾ ബിഷപ്പായാലും പോപ്പായാലും സ്നാപയോഹന്നാനോട് പോലും പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന്? സ്നാപയോഹന്നാനോട് പോലും ഈശോ പറഞ്ഞു യു ഹാവ് നോ ഫെയ്ത്ത് എന്ന് പറഞ്ഞ്. ബൈബിൾ അത് മറച്ചു വെച്ചിരിക്കണത്. ബൈബിളിൽ ഇത് ഒക്കൾട്ട് വേടെന്ന് പറയും. നിഗൂഢ ഭജനമായിട്ട് സ്നാപയോഹന്നാനോട് ഈശോ പറഞ്ഞു യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ എന്നാ പറഞ്ഞത്. അതെങ്ങനെ? അത് ബൈബിൾ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. കാര്യം എന്താ? ഈ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരാണല്ലോ ഈ സംഭവം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് ടാക്ടിക്സലായിട്ടൊരു ഒക്കൽട്ടാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്താ ഈശോ പറഞ്ഞത്? നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്താടുന്ന ഞാങ്കണയോ? പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി? അപ്പോഴ് മൃദുല വസ്ത്രം ധരിച്ചവരെയോ? അവർ രാജകൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി? പ്രവാചകനെയോ? ഞാൻ പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെന്ന്. പ്രവാചകനേക്കാൾ വലിയവനെന്ന് പറയുമ്പോഴും അടുത്ത വചനമുണ്ട്. 11:11. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 11:11. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. മനസ്സിലായി? ഇത് എന്താ സംഭവം? കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കര സൂപ്പർ പോസിറ്റീവാണെന്ന്. ഇത് ബ്ലാക്ക് നെഗറ്റീവാണ്. ഈ വേർഡ് ഓഫ് ഗോഡ് ബ്ലാക്ക് നെഗറ്റീവാണ്. എന്നിട്ട് സ്നാപയോഹന്നാനെ കുറിച്ച് എന്താ കമൻറ്റ് ചെയ്തിരിക്കണത് ഈശോ? ഇത് എപ്പോഴാണ് ഈ കമൻസ് വരണത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ പറഞ്ഞേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പോൾ എവിടെയാണ് ഇത് ഈശോ ഈ കണക്ട് ചെയ്യണത്? ദൈവരാജ്യത്ത്. 11:11 വായിച്ച മത്തായി 11:11. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനില്ലേ, അവൻ ആരാണ്? അവൻ സ്നാപയോഹന്നാനേക്കാൾ
വലിയവനാണ്. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ ആരാ? ഇങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ ചെറിയവൻ ആരാണ്? വിശ്വസിക്കുക വഴിയാണ് ദൈവരാജ്യത്തിൽ ഒരാൾ പ്രവേശിക്കുന്നത്. മർക്കോസിൻ്റെ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ് ദൈവരാജ്യത്തിലെ അംഗം. ഏറ്റവും ചെറിയവനെന്ന് പറയുന്ന ബേസിക് മെമ്പർ. ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ ആരാണ്? അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ്. ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് യോഹന്നാൻ എന്ന് പറയുമ്പോഴേ അക്ക് ഫെയ്ത്തിലെന്നല്ല പറയണത്. അതല്ലേ പ്രശ്നം. അതായത് മർക്കോസിൻ്റെ 1:15 അനുസരിച്ച് അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്നവരാണ് ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ. ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് സ്നാപക യോഹന്നാനെന്ന് മത്തായി 11:11 പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്നാപക യോഹന്നാന് സാധാരണ മനുഷ്യരെക്കാൾ വിശ്വാസം കുറവാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വരാനിരിക്കുന്നവൻ നീയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ്. വരാനിരിക്കുന്നവൻ നീയാണോ, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ? അല്ലേ? ആ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാനാണ് ആ കാലത്ത് ക്രിസ്തുവായിരുന്നെങ്കിൽ സ്നാപകയോഹന്നാൻ്റെ ചാപ്റ്റർ എടുത്ത് മാറ്റിക്കളഞ്ഞാണ്. എന്താ കാര്യം? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ 1:29 പറഞ്ഞ ആളാണെങ്കിൽ ആരാണ്? യോഹന്നാൻ 1:29 എടുത്ത് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഒരു കാലത്ത് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ ആളാണ്. എന്തെന്ന് പറഞ്ഞ്? ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഈ ആളാണ് ജയിലിൽ കിടന്നപ്പോൾ കട്ടയമ്പടവും മാറിയത്. ജയിലിൽ ഇപ്പോൾ ഹെറോദീസ് പിടിച്ച് ജയിലിലിട്ടില്ലേ? ആ മുട്ടകടി കൊണ്ട് ഭക്ഷണ സമയത്ത് കിട്ടിയില്ലല്ലോ. മുട്ടകടി കൊള്ളുമ്പോഴും ഭക്ഷണ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിനക്കെന്ത് വിശ്വാസമുണ്ട്? അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ലാതെ 3 സമയത്ത് ആഹാരം കഴിച്ച് നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ നീ യേശു ആനകൂനെ യേശുവെ സ്വസ്ഥം എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് പറയും ഇത് സൂത്രമാണെന്ന് പറയും. എന്താണ്? നിന്നെ തൊട്ട് കഴിയുമ്പോൾ നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തും. എൻ്റെ ദൈവ പൈതലേ, ഐ നോ യു ഹാവ് നോ ഫെയ്ത്ത് ഓഫ് ഗോഡ്, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. ഇപ്പം 4:12 യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ യോഹന്നാനെ കുറിച്ച് പറയണത്. ഐ നോ യു, യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ. നിനക്ക് വിശ്വാസമില്ല. അത് യോഹന്നാൻ്റെ മുഖത്ത് നോക്കിപ്പോലും അങ്ങനെ പറഞ്ഞെങ്കിലേ നമുക്കൊരു വിശ്വാസരാഹിത്യം നമ്മൾ കാണിച്ചാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ശുഷ്കാന്തി കുറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വിരല് നമ്മുടെ നേരെ ചൂണ്ടും. ഐ നോ യു, യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ. നിനക്ക് വിശ്വാസമില്ല. ഐ നോ യു, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. നിനക്ക് ദൈവസ്നേഹമില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, യോഹന്നാന്റെ മാന്താനയുടെ മേലും ജനക്കൂട്ടത്തിന്റെ മേലും ചൂണ്ടി അങ്ങയുടെ കൈകള് മേൽ ചൂണ്ടാതിരിക്കാൻ എന്നെ ദൈവസ്നേഹത്താലും വിശ്വാസത്താലും അഭിഷേകം ചെയ്തുകൊണ്ട് തീഷ്ണതയോടെ ചൂടുള്ള സാക്ഷിയായി ലോകത്തിന് കൈമാറാൻ അപ്പോസ്തലന്മാരെ പോലെ എന്നെ അഭിഷേകം ചെയ്യണം.